തെരഞ്ഞെടുപ്പിൻ്റെ തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടിയും തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് അതിൻ്റെ പാരമ്യത്തിലെത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് കാലമാറ്റങ്ങളുടെയും കൂടുമാറ്റങ്ങളുടേതുമൊക്കെയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലരും ഉണ്ടായിരുന്ന ഇടം വിട്ട് മറ്റിടങ്ങളിലേക്ക് ചേക്കേറുന്ന വാർത്തകൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. പ്രേംകുമാർ, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന പ്രേംകുമാർ കോൺഗ്രസിലേക്ക് വരുന്നു എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ പി കെ ശശി, CPM നേതാവായിരുന്ന പാലക്കാട്ടെ CPMൻ്റെ മുഖമായിരുന്ന പി കെ ശശി കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ. ഇന്നിപ്പോൾ അദ്ദേഹം ഏറ്റവും അല്പസമയം മുമ്പ് അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റൊരു കാലുമാറ്റം എന്ന് പറയുന്നത് അഖിൽ മാരാറാണ്. അഖിൽ മാരാർ ടെലിവിഷൻ താരമാണ്, നടനാണ്. അദ്ദേഹം 2020 പാർട്ടിയിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹം കാൻഡിഡേറ്റ് ആകാൻ പോകുന്നു എന്ന വാർത്തകളുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കാലുമാറ്റങ്ങളുടെ കൂടുമാറ്റങ്ങളുടെ നിര വെച്ച് നോക്കുമ്പോൾ ആർക്കാണ് ലാഭം, ആർക്കാണ് നഷ്ടം, എങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ഇർഷാദ്, ഇതിലാരാണ്? പല പേരുകളും കേൾക്കുന്നു, ഒന്നിലും ഒരു വ്യക്തത വന്നിട്ടില്ല എങ്കിൽ കൂടിയും മൊത്തത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപേയുള്ള ഈ കാലുമാറ്റങ്ങളുടെ കളത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ആളുകൾ പാർട്ടി മാറുക, പുതുതായി വന്ന് പാർട്ടിയുടെ ഭാഗമായി മാറുക, സർവീസിൽ നിന്ന് രാജിവെച്ച് പാർട്ടിയിൽ ചേരുക എന്നതൊക്കെയുള്ള സാധാരണ നമ്മൾ കണ്ടുവരുന്നൊരു സംഗതിയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു സംഗതി എങ്ങനെയാണ് മുന്നണികളെ സഹായിക്കാൻ ചോദിച്ചാൽ കൂടുതൽ ആളുകൾ വന്ന് ഏത് പാർട്ടിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു, ഏത് മൂവ്മെൻറ്റ് ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്നത് ഞങ്ങളുടെ അധികാര സാധ്യതയെക്കുറിച്ച് ജനം എന്ത് വിലയിരുത്തുന്നു എന്നതിൻ്റെ ഒരു സൂചകമായിട്ട് ആളുകൾ എടുക്കും. അപ്പോൾ ആ നിലയ്ക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ശുഭസൂചകമാണ് കാര്യങ്ങൾ. കാരണം പറ്റും. ഈ തുടക്കം മുതൽ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമ്പറ മുഴങ്ങിയതിന് ശേഷം എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുമാറുന്നതോ പുതുതായി വന്നു ചേരുന്നതോ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടോ UDF-ലേക്കോ ആണെന്ന് കാണാം. LDF-ലേക്കോ അല്ലെങ്കിൽ CPIM-ലേക്കോ അത്തരം ആളുകൾ പോകുന്ന നമ്മൾ കണ്ടില്ല. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും ആളുകൾ അപ്പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ അങ്ങനെ പോയിട്ട് CPM-ൻ്റെ ആളായിട്ടുള്ള ആളാണല്ലോ. നമുക്കറിയാവുന്ന പോലെയുള്ള KPC ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ അപ്പുറത്ത് പോയി CPM-ൻ്റെ ഭാഗമായി ചേരുകയും അവരുടെ പദവികൾ KV തോമസ് അങ്ങനെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ആ ട്രെൻഡ് ഇപ്പോൾ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചന ആയിട്ട് വേണമെങ്കിൽ ഒരു അധികാരമാറ്റത്തിന് കേരളം ഒരുങ്ങുകയാണ്. ആ അധികാരമാറ്റത്തിൻ്റെ ഒരു മൂഡ് മനസ്സിലാക്കിയിട്ട് ആളുകൾ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഭാഗമാവുകയാണ് എന്ന് വേണമെങ്കിൽ കോൺഗ്രസിന് ഒരു നെറേറ്റീവ് ഉണ്ടാക്കാവുന്നതാണ്, UDF-ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ തടയാൻ കഴിയുമായിരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെയും CPM-മാരെ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. പ്രേംകുമാറിൻ്റെ കാര്യത്തിൽ അയാൾ പരിഗണിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല വാല്യൂ ചെയ്യപ്പെട്ടില്ല എന്നുള്ളൊരു സങ്കടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി പോയത്. ഇന്നലെ സുധാകരൻ്റെ ഇൻ്റർവ്യൂ ഞാൻ എടുക്കുമ്പോൾ സുധാകരൻ പറഞ്ഞു പ്രേംകുമാറിൻ്റെ പോക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു, ചെറിയ ചില കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നു അതിനകത്ത്. കാരണം അയാൾ പറഞ്ഞു അയാളെ അവിടെ നിന്ന് മാറ്റിയ കാര്യം അയാളോട് ഇൻഫോം ചെയ്തില്ല, അയാൾ പത്രത്തിലാണ് വായിച്ചറിഞ്ഞത് എന്നാണ്. ആ പ്രേംകുമാറിനെ ഈ സർക്കാർ അയാളുടെ ഒരു വ്യക്തിത്വത്തെ വാല്യൂ ചെയ്തില്ല എന്നുള്ള വിഷമത്തിൽ അയാൾ നിൽക്കുമ്പോഴാണ് അയാളെ കോൺഗ്രസ് വിളിക്കുന്നത്, അയാൾ പോകുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാൻ കഴിയുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ സർക്കാർ അഡമൻ്റെ ഒരു പൊസിഷൻ എടുത്തു. സജി ചെറിയാൻ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന് കാണേണ്ട കാര്യമാണ്. VS-ൻ്റെ PA ആയിട്ടുള്ള സുരേഷ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അതിന് ശേഷം 4 തവണ സുരേഷ് പാർട്ടിക്ക് കത്തയക്കുകയും റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. നോക്കൂ, VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള വളരെ വിസിബിളായിട്ടുള്ള ഒരു ദ്വന്ദ്വ യുദ്ധത്തിൻ്റെ കാലം CPM-ലുണ്ടായിരുന്നു. ആ കാലത്തെ CPM മറികടന്ന് വന്നതാണ്. മറികടന്ന് വന്നതിന് ശേഷം CPM എന്താണ് ഇപ്പോൾ ഒറ്റക്കെട്ടായ ഒരു പാർട്ടി, വിഭാഗീയതയില്ലാത്ത ഒരു പാർട്ടി, സംഘർഷങ്ങളില്ലാത്തൊരു പാർട്ടി എന്ന ഒരു പുതിയ തലത്തിലേക്ക് ഇത് പ്രവേശിച്ചു കഴിഞ്ഞു. എന്നിട്ട് പിന്നെയും VS അച്യുതാനന്ദൻ്റെ കാലത്തെ ആ വിഭാഗീയതയുടെ ആ പുറത്താക്കലിനൊക്കെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ ചേരി വൈരാഗ്യത്തിൻ്റെ താല്പര്യമുണ്ടെന്ന് നമുക്കറിയാം. അല്ലാതെ എല്ലാം മെറിറ്റോറിയസ് ആണെന്ന് പോലും നമുക്ക് സംശയിക്കാവുന്നതാണ്. സോ അതിനുശേഷവും പുറത്താക്കിയവരെ തിരിച്ചെടുക്കില്ല, കുലംകുത്തികൾ തന്നെയാണ് എന്ന ഒരുതരം കടുകട്ടി സമീപനം എടുത്തുകൊണ്ട് എന്ത് ചെയ്തു, സുരേഷിനെ പോലെ ഒരാൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുപോയിട്ട് അപ്പുറത്തെ പരിപാടിയിൽ ചേരാം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്, ഇത് അധികാരം മാറാൻ പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആളുകൾ പോകുന്നതല്ല. ഇടതുപക്ഷത്തിനെ കുറച്ചുകൂടി നന്നായി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു കേട്ടോ, സീരിയസ്ലി ഈ പറയുന്ന പ്രേംകുമാറിനെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന്, അദ്ദേഹം വൈസ് ചെയർമാനായിരുന്നു, ചെയർമാൻ്റെ ചുമതല ഉണ്ടായിരുന്നു, ആ പദവിയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് റസൂൽ പൂക്കുട്ടിയെ കൊണ്ടുവന്ന് വെച്ചത് ഒരു മിടുക്കായി പോയി എന്ന് ഞാൻ കാണുന്നതേയില്ല. റസൂൽ പൂക്കുട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചോ കേരളം എന്ന് പറയുന്ന ബദൽ രാഷ്ട്രീയ ഭൂമികയുടെ ആത്മാവിനെ മനസ്സിലാക്കുന്ന ഒരാളെ അല്ല. അദ്ദേഹം നേഷൻ ഫസ്റ്റ്, നേഷൻ അല്ല, അങ്ങനല്ല, BJP സർക്കാർ ഈ
സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു അപകടകരമായ നയമെടുത്തപ്പോൾ രാജ്യ താല്പര്യം പ്രധാനമെന്ന് പറഞ്ഞതിനെ പിന്തുണച്ച ആളാണ്. അപ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ ഒരു ശേഷിയുമില്ലാത്ത ഒരാളെ അവിടെ നിന്ന് കൊണ്ടുവച്ചിട്ട് പ്രേംകുമാറിനെ ഓടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. പ്രേംകുമാർ വൈസ് ചെയർമാനായിരുന്നു. രഞ്ജിത്ത് പോയപ്പോൾ ചെയർമാൻ പദവിയിലേക്ക് അദ്ദേഹത്തിന് ഉത്തരവാദിത്തം കൊടുത്തു. അദ്ദേഹം വൃത്തിയായിട്ടൊരു മേള നടത്തിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തോട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതെ എടുത്ത് കളഞ്ഞിട്ട് ഇങ്ങനെയാളെ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകൾ ഇറങ്ങിപ്പോകുന്നതിന് ഒരു റീസണുമുണ്ട്. ആ റീസൺ വൃത്തിക്ക് കൈകാര്യം ചെയ്യുന്നതിൽ CPM ചില പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. പിന്നെ ഒന്നത് നമ്മൾ ഈ പറയുന്ന ചലച്ചിത്ര സംവിധായകൻ, ഒരു സിനിമ സംവിധാനം ചെയ്ത റിയാലിറ്റി ഷോ താരമായ യൂട്യൂബർ അഖിൽ മാരാറാണ്. അപ്പോൾ അഖിൽ മാരാർ കോൺഗ്രസിൽ നിന്ന് പോയിട്ട് വേറെ എവിടെയോ ചേരുന്നു ഇപ്പോൾ. ആ അഖിൽ മാരാർ പോകുന്നത് കോൺഗ്രസിൻ്റെ വീഴ്ചയാണെന്ന് പക്ഷേ അതുപോലെ ഞാൻ പറയില്ല. അഖിൽ മാരാർ കോൺഗ്രസിൻ്റെ ഒരു ഹാർഡ് കോർ സപ്പോർട്ടറോ കോൺഗ്രസിൻ്റെ പൂർണ്ണമായ ആശയങ്ങൾ ഈ കാലത്ത് രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിക്കുന്ന സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞ് നമ്മൾ കാണുന്ന ആളല്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി സ്വയം അവകാശപ്പെടുന്ന ഘട്ടത്തിൽ തന്നെയും പലപ്പോഴും വലതുപക്ഷ സ്വഭാവമുള്ള കമൻറ്റ്സ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നാൽ അതിൽ കോൺഗ്രസ്സുകാരായ ആൾക്കാർ വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു. ഇദ്ദേഹത്തെ പിന്തുണയ്ക്കണോ അതോ ഇദ്ദേഹത്തെ തള്ളിപ്പറയണോ, ഇദ്ദേഹം പറയുന്നതാണോ ശരി എന്ന മട്ടിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നതും കാണാം. അപ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നതോടെ അദ്ദേഹം അവിടെ നിന്ന് വിടുകയാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്, അദ്ദേഹം നമ്മുടെ കൂട്ടത്തിലല്ല. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അതായത് കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ കൊടിക്കകത്ത് പൊതിഞ്ഞ് വലതുപക്ഷ രാഷ്ട്രീയം പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്കുണ്ടാകുന്നൊരു ആശയക്കുഴപ്പമുണ്ടല്ലോ. നമ്മുടെ വഴി ഏതാണ്, നമ്മുടെ ഐഡിയോളജി ഏതാണ്, നമ്മുടെ പൊസിഷൻ ഏതാണെന്നുള്ളൊരു ആശയക്കുഴപ്പമുണ്ടാവും. ആ ആശയക്കുഴപ്പം ഇതോടെ മാറിക്കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ആ നിലയ്ക്ക് കോൺഗ്രസിന് ഗുണമാണ്. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പരിഗണിക്കുമ്പോൾ ആ നിലയ്ക്ക് ക്വാളിറ്റേറ്റീവായിട്ടുള്ള അസസ്മെൻറ്റ്സ് കോൺഗ്രസ് നടത്തുന്നു എന്നുള്ളത് ശുഭകരമായ ഒരു സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അഖിൽ മാരാർ അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ട് ചെല്ലാൻ പറ്റിയ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കട്ടെ. അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ രണ്ടായിട്ട് കാണണമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതിൽ കോൺഗ്രസിനും UDFനും ഒരു സംഗതി പറയാം, ആളുകളെല്ലാം ഇങ്ങോട്ട് വരികയാണ്. ട്രെൻഡ് ഇപ്പം ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് സ്ഥാപിക്കാൻ പറ്റുന്നൊരു ഒരു സൗകര്യം അവരുടെ മുമ്പിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിടത്തോളം കാര്യമായ ലാഭം കോൺഗ്രസിനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ അധികാരമാറ്റത്തിൻ്റെ ഒരു മൂഡ് കണ്ടിട്ടാണോ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ്? അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുമ്പോൾ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു ഭരണവിരുദ്ധ വികാരം ദൃശ്യമായിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കോവിഡ് മഹാമാരിക്കിടെയാണ് തെരഞ്ഞെടുപ്പ് പോലും നടന്നത്. ലോക്ക്ഡൗണിൻ്റെ ഇടയ്ക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റൊന്ന്, സംസ്ഥാനം മാത്രമല്ല ലോകം മുഴുവൻ ഒരു ക്രൈസിസിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ആളുകൾ രാഷ്ട്രീയമായി ഒരു സർക്കാരിനെ വെല്ലുന്നതിന് പകരം സർവൈവലിനെ കുറിച്ച് ചിന്തിക്കുന്നൊരു സമയമാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കാൻ നിൽക്കില്ല, പ്രകടിപ്പിക്കുന്ന അനുചിതമാണ് എന്ന് വോട്ടർമാർക്ക് പോലും തോന്നുന്നൊരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തുടർ ഭരണം അനിവാര്യമായൊരു ഘട്ടമായിരുന്നു 2021. പക്ഷേ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രത്യേകത, അത് ഭരണവിരുദ്ധ വികാരം, സർക്കാരിനുള്ള വിയോജിപ്പുകൾ, വിമർശനങ്ങൾ പരസ്യമായി തുറന്നു പറയാൻ രാഷ്ട്രീയ പ്രവർത്തകരും അല്ലാത്ത വോട്ടർമാരും തയ്യാറാവുന്ന ഒരു കാലമാണ്. അത് നമ്മൾ സോഷ്യൽ മീഡിയ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2020 കോവിഡ് സമയത്ത് ഈ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് പൊതുജന പിന്തുണ ഉണ്ടായിരുന്നില്ല, അതിനൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നില്ല. അതിന് മെറിറ്റോറിയസ് അല്ല എന്നൊന്നുമല്ല പറയുന്നത്, പല കാര്യങ്ങളും മെറിറ്റോറിയസ് ആയിരുന്നു. പക്ഷേ ആ ആക്ഷേപങ്ങൾ ഉന്നയിക്കേണ്ട സമയം ഇതല്ല, ഈ സർക്കാരിനെതിരെ അത് പറയാൻ പാടില്ല എന്നൊരു തോന്നൽ പൊതുജനങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അതിലും മെറിറ്റോറിയസ് അല്ലാത്ത, അതിലും വളരെ സൂപ്പർഫിഷ്യലായിട്ടുള്ള ആരോപണങ്ങൾക്ക് പോലും വലിയ തോതിലുള്ള പൊതുജന പിന്തുണ കിട്ടുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പിണറായി വിജയൻ മീൻ കഴിക്കുന്നതിനെ പറ്റിയുള്ളൊരു സാധനം വന്നല്ലോ, ചൂരമീൻ. വളരെ സില്ലി ആയിട്ടുള്ളൊരു ആരോപണമാണ്, സില്ലി ആയിട്ടുള്ള രാഷ്ട്രീയ ആരോപണം. അത് പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. സോഷ്യൽ മീഡിയ പരിശോധിക്കുക, അത് പറഞ്ഞ് ഇപ്പോഴും ട്രോളുന്ന ആളുകളെ കാണാം, അത് പറഞ്ഞ് പിണറായി വിജയനെ വിമർശിക്കുന്ന ആളുകൾ കാണാം. അതായത് ആളുകൾ ധൈര്യപ്പെടുന്നു, ആളുകൾ വിമർശിക്കാൻ ധൈര്യം വരുന്നു, ആളുകൾ ഓൾ ഔട്ട് ചെയ്യുന്നു, ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുന്നു. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അത് ഭരണവിരുദ്ധ വികാരം മാത്രവുമല്ല, ഈ സർക്കാരിനെതിരെയുള്ള ശരിയായ വിമർശനവും കുറേ അധികം ഉണ്ട് മുൻ സർക്കാരിനേക്കാൾ. അപ്പോൾ അത് പറയാൻ ആളുകൾ ധൈര്യപ്പെടുന്നു എന്നുള്ള ഒരു കാര്യം. രണ്ട്, ഭരണവിരുദ്ധ വികാരം, അതുപോലെ ഈ സർക്കാർ ഇനി തുടരേണ്ടതില്ല എന്നൊരു പൊതുഫീല് ആളുകൾക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്നുണ്ടാകുന്നതല്ല, ഓരോ ദിവസവും ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമലയാണ്. ശബരിമല വിഷയത്തിൽ നമ്മൾ മുമ്പ് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സെൻറ്റിമെൻസാണ്. അത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല, മൊത്തം കേരളത്തിൻ്റെ ഒരു സെൻറ്റിമെൻസാണ് ശബരിമല. അപ്പോൾ അതിൽ കള്ളത്തരം കാണിച്ചൊരു സർക്കാർ, അല്ലെങ്കിൽ അതിൽ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാളെ അയാൾക്കെതിരെ കോടതി ശിക്ഷ വിധിക്കട്ടെ എന്ന് നടപടിയെടുക്കുക എന്ന് പറയുന്നൊരു പാർട്ടി, സ്വാഭാവികമായിട്ട് ആളുകൾ അതിനെ സംശയിക്കും. ആ സംശയം നീക്കാൻ ഈ സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയം പോയിട്ടും കഴിഞ്ഞിട്ടില്ല. പത്മകുമാർ അടുത്ത ദിവസം ജാമ്യത്തിൽ ഇറങ്ങാൻ പോവാണ്.
സ്വാഭാവിക ജാമ്യത്തിൽ വരും. അപ്പോഴും എന്താണ്, അയാൾ പവർഫുള്ളായിട്ടാണ് പുറത്തേക്ക് വരുന്നത്, പവർഫുള്ളായിട്ട് സർക്കാരിൻ്റെ പിന്തുണയോടെയാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ ആ കേസിൻ്റെ ഗതി എന്താവും എന്നൊക്കെ ആളുകൾക്ക് സ്വാഭാവികമായി സംശയം വരും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു ബാരിയർ എന്ന് പറയുന്നത് ശബരിമല തന്നെയാണ് എന്ന് മാത്രവുമല്ല, സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം പിന്നാണ് അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച വാർത്ത വരുന്നു. ഇത് മൊത്തം ഒരു സർക്കാരിൽ അവിശ്വാസം ഉണ്ടാക്കുന്നുണ്ട്. ഈ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കുന്ന ആളുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ പ്രേംകുമാറിനെ സംബന്ധിച്ച് പ്രേംകുമാറിന് ഈ സർക്കാരിനോട് അങ്ങനെ പ്രത്യേകിച്ച് വിയോജിപ്പൊന്നുമില്ലാതെ സർക്കാരിനോട് പൂർണ്ണ ഒബീഡിയൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് ജോലി ചെയ്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തെ നീക്കാനുള്ള കാരണം എന്താണ്? നീക്കാനുള്ള കാരണം ഈ സർക്കാരിനെ അങ്ങനെ പ്രേംകുമാറിനെ പോലെ ഒരാൾ വിമർശിക്കാമോ എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ. അതിന് നിങ്ങൾ ആര് എന്നൊരു ചോദ്യം. കാരണം അത് LDF നയിക്കുന്ന CPM എന്ന പാർട്ടിയുടെ ഇൻഹെറൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിപ്പോൾ ഒരു പാർട്ടി ഇൻസൈഡറൊന്നുമല്ല പ്രേംകുമാർ, പാർട്ടിക്കകത്ത് ഏതെങ്കിലും റാങ്ക് ആൻഡ് ഫയലുള്ള ആളല്ല, പാർട്ടി ചൂസ് ചെയ്തൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മാത്രമാണ്. അങ്ങനെ ഒരാൾ വിമർശിക്കുമ്പോൾ അതിനോടുള്ള അസോസിയേഷൻ നമ്മൾ കണ്ടു. പാർട്ടിക്ക് അകത്തുണ്ടായിരുന്ന വിഭാഗീയതയോട് ഈ പാർട്ടി എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇപ്പോൾ VS പിണറായി ദ്വന്ദ്വത്തിൻ്റെ കാര്യം നിഷാദ് പറഞ്ഞു. ആ സമയത്ത് വളരെ പ്രശസ്തരായിരുന്ന ജനപ്രിയരായിരുന്ന കുറേ അധികം നേതാക്കൾ അപ്രത്യക്ഷമായി പോയി CPM-ൽ. നമ്മളിപ്പോൾ പേര് പോലും ഓർക്കാതെ മറന്നുപോയ ആളുകളുണ്ട്. T. ശശിധരൻ. ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹം നാട്ടിലെവിടെ പ്രസംഗിച്ചാലും പോയി എന്ന് കാണുമായിരുന്നു. അത്ര നല്ലൊരു പ്രഭാഷകനായിരുന്നു. ആ പേര് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്താ അദ്ദേഹം ചെയ്ത് തെറ്റ്? ആ പാർട്ടിയിൽ അദ്ദേഹം എവിടെ പോയി? S. ശർമ്മ ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ പറ്റി കേൾക്കാം, അദ്ദേഹം പൊതുരംഗത്തില്ലല്ലോ. അങ്ങനെ പാർട്ടിയിൽ അപ്രത്യക്ഷരായപ്പെട്ട കുറേ അധികം ആളുകളുണ്ട്. ആ അപ്രത്യക്ഷരായ ആൾ, അപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അവരെ പറ്റി ആരും ചിന്തിക്കുന്നില്ല, അവരെ ഓർക്കുന്നു പോലും ഇല്ലാത്ത കുറേ അധികം ഉന്നത നേതാക്കളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ പാർട്ടി ബിഹേവ് ചെയ്യുക. പാർട്ടിക്കെതിരെയാണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിക്ക് അസ്വാരസ്യം ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ അദ്ദേഹമില്ല, അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ ജീവിതമില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ പാർട്ടി ഇൻസൈഡേഴ്സിനോട് ആ പാർട്ടി എങ്ങനെയാണ് പെരുമാറുക? അപ്പോൾ പാർട്ടിയെ പുറത്ത് നിന്നിട്ട് പാർട്ടി വിമർശിക്കാൻ നോക്കി കഴിഞ്ഞാൽ, പാർട്ടിയെ കൂടെ നിന്ന് പാർട്ടി വിമർശിക്കാൻ നോക്കിയാൽ ആ പാർട്ടി സഹിക്കില്ല. അത് ആ സ്വഭാവം തന്നെ കാണിക്കുന്നു. പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൂടുതൽ മാരകമാവുന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് PK ശശിയാണ്. PK ശശി നമ്മൾ വേറെ തന്നെ ഒരു കേസായിട്ട് പരിഗണിക്കേണ്ടതാണ്. അത് ഇപ്പോൾ ഇന്ന് അദ്ദേഹം KDDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. അത് UDF-ലേക്ക് പോകും എന്ന് കരുതപ്പെടുന്നു. UDF-ലേക്ക് പോകും എങ്കിൽ പോലും അത് UDF-നും ഒരർത്ഥത്തിൽ ഒരു ബാധ്യതയാവാനാണ് സാധ്യത. അതിൻ്റെ ഒരു കാരണം, PK ശശിക്കെതിരായി പാർട്ടിയിൽ ഉയർന്ന ആക്ഷേപം, ഒരു പരാതി ഉയർന്നിരുന്ന ഒരു യുവതിയുടെ ആ പരാതി ആ പാർട്ടി കൈകാര്യം ചെയ്ത രീതി നമുക്കറിയാം. ഒരു കമ്മീഷൻ നിയോഗിച്ചു, ആ കമ്മീഷൻ ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ ആ കമ്മീഷൻ പുറത്തു വന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് അതൊരു തീവ്രത കുറഞ്ഞ പീഡനം എന്നൊരു വാക്ക് ഉപയോഗിച്ചു. AK ബാലൻ, ശ്രീമതി ഉൾപ്പെട്ട കമ്മീഷൻ. ആ നിലപാടിനെ നഖശിഖാന്ത് എതിർക്കുകയും പരിഹസിക്കുകയും ട്രോളുകയും ചെയ്തവരാണ് UDF-ഉം കോൺഗ്രസ്സുകാരും. എന്നിട്ട് അതേ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഇന്ന് സന്ദീപ് വാര്യർ, കോൺഗ്രസ് സന്ദീപ് വാര്യർ ആ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് അത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആ പരാതി അത് ആ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരായ നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു. ഏത് U-ടേൺ അടിച്ച് തിരിഞ്ഞു നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് PK ശശി എന്തൊക്കെ ആക്ഷേപങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മേഖലയിൽ വലിയ ജനപിന്തുണയുള്ള ആളാണ്. പ്രത്യേകിച്ച് മണ്ണാർക്കാട്, ഒറ്റപ്പാലം അങ്ങനെയുള്ള നിയോജക മണ്ഡലത്തിന് പിന്തുണയുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിൻ്റെ ആളുകൾ, അദ്ദേഹത്തിന് കൂടെയുള്ള അനുയായികൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പലയിടത്തും LDF-ൻ്റെ തോൽവി കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല ഇറങ്ങിപ്പോലും, അദ്ദേഹത്തിൻ്റെ ഒപ്പം ആളുണ്ട്. അപ്പോൾ ആളുണ്ടെന്ന് കരുതി തന്നെയാണ് UDF ചില പാലക്കാട്ടെ ചില നിയോജക മണ്ഡലങ്ങളിലും പിടിക്കാൻ അത് UDF-നെ സഹായിച്ചേക്കാം. പക്ഷേ അവിടെ ഒരു പ്രശ്നം, മുമ്പ് പറഞ്ഞതൊക്കെ വിഴുങ്ങേണ്ടി വരും. മുമ്പ് പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കൊണ്ട് അതിപ്പോൾ തിരിച്ചാണെങ്കിലും ശരിയാണ്. ഇപ്പോൾ P. സരീൻ കോൺഗ്രസ് വിട്ട് CPM-ൽ പോയല്ലോ. ഇപ്പോഴും സരീൻ്റെ ഫേസ്ബുക്കിൽ പിണറായിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ആൾ കുത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുമ്പ് പറഞ്ഞത് വിഴുങ്ങുക എന്നുള്ളൊരു പ്രശ്നം ഇത് UDF-നെ സംബന്ധിച്ചതിലുണ്ട്. പക്ഷേ ശശിയുടെ വരവ് പാലക്കാട്ടെ ചില മണ്ഡലങ്ങളിലെങ്കിലും UDF-നെ സഹായിച്ചേക്കാം. പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ സഹായിച്ചേക്കാം. പ്രത്യേകിച്ച് ഒറ്റപ്പാലം പോലുള്ളൊരു മണ്ഡലം ആടി നിൽക്കുന്നൊരു മണ്ഡലമാണ് എന്ന് UDF കരുതുന്നുണ്ട്, സ്വാഭാവികമായും കരുതുന്നുണ്ട്. അത് തിരിച്ചു പിടിച്ചേക്കാമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് ഒരു ട്രെൻഡായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ആളുകൾ ഒരു തുടർഭരണം വേണമോ എന്നുള്ള കാര്യത്തിൽ സർട്ടനായിട്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. അതായത് തുടർഭരണം 2021 ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല 2026 എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും, നിസ്സംശയം പറയാൻ കഴിയും. നല്ലൊരു ഫൈറ്റ് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും.